Pain layer. Hi guys, welcome back to Carjj. Carjj ഇന്നും ഇന്നലത്തെ വ്ളോഗിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദിവസം നമ്മുടെ അകത്ത് പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്നത് ആദ്യം അതിന് പുറത്തിറക്കുക. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡ് പെയിൻറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എത്തിയോസിൻ്റെ ഡാഷ്ബോർഡ് അടിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു മിസ്റ്റിരിറ്റ് വയലറ്റ് അടിച്ചിട്ട് ആ വണ്ടിയുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. ഓണം ആവണ വരെ ഒരു വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം ഒരുപാട് വലിയ ഡെലിവറി ഉണ്ട്. അതിൻ്റെയൊക്കെ സിംഗിളായിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ വ്ളോഗിൽ ഓണത്തിൻ്റെ തിക്കുന്നതൊക്കെ കാണുകയും ചെയ്യാം, ഇവിടുത്തെ ഓണാഘോഷം കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഈ റൂഫ് അഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫ് അഴിച്ചപ്പോൾ ഞങ്ങൾ റൂഫിൻ്റെ ഉള്ളിൽ പാക്കിങ്ങിന് വേണ്ടി വെച്ചാണ്. അതാണ് ന്യൂസ് പേപ്പർ എടുത്ത് അതെ മടക്കിയിട്ട് ഇതാണ് നമ്മൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് മുന്നേ വെച്ചിരുന്നത്. അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ പെട്ടപ്പോൾ നമ്മളതൊന്ന് ക്ലിയർ ചെയ്യാണ്. അത് ചെയ്യണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രോസുകൾ താഴെ നടക്കല്ലേ, ഇത് ബെൻഡടിച്ച് ലെവൽ ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ക്രോസ് വെച്ചിട്ട് സിലിക്കോൺ വെച്ച് പാക്ക് ചെയ്ത് ഒരു ദിവസം നിർത്താം. അങ്ങനെ ഒരു ദിവസം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സിലിക്കോൺ ടൈറ്റ് ആവുകയും ചെയ്തോളും. ഇത് ഓൾറെഡി കമ്പനി അടിച്ച് വരുന്നുണ്ട് ഈ ഒരു സിലിക്കോൺ. പക്ഷെ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് ഡാമേജ് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഉള്ളിൽ കയറി നിന്ന് നമ്മളിങ്ങനെ തിരിച്ച് തട്ടുമ്പോൾ നേരെ ഇരിക്കും. പക്ഷേ ഫ്രെയിം നേരെ ആയിരുന്നുണ്ടാവില്ല. അപ്പോൾ അതേ ടൈറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മളുടെ ആ ഒരു സിലിക്കോൺ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ് എടുത്ത് വെക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ ജോയിൻറ്റ് വന്നിട്ടുണ്ട്, സിലിക്കോൺ തീർന്നു പോയ സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ആ ജോയിൻ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ ലയിപ്പിച്ച് കൊടുക്കണം. ചോദിച്ചു അല്ല അതിനല്ലേ ലെവലല്ലേ ആ ലെവലുള്ള അതെ അല്ല സെൻട്രൽ ചെയ്തതിൻ്റെ അത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. ഇത് നമ്മുടെ സാധാരണ സിംഗിൾ പീസായിട്ടൊക്കെ ആയിരിക്കും ബീഡിങ് വരാം. ടവേരയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡ് സെപ്പറേറ്റ് ബീഡിങ്ങും സെൻട്രൽ ഒരു ബീഡിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ടൈമും കാര്യത്തിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നലെ അരുൺ ഭായ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആ ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ആ വണ്ടി ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ചെറിയ പാച്ചിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ബാക്കിലെ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം തീർത്തു കേട്ടോ. അതിലിവിടെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തു. ഇവിടുത്തെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല, അതും കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അരുൺ ഭായ് ഇന്നിത് പ്രൈമർ അടിക്കാമെന്നും പ്ലാനിലിട്ടേക്കാണ്. കാരണം ബാക്കി എല്ലാ ഒരിക്കലും കാര്യങ്ങളും സൈഡ് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവനെ ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പ്രൈമർ അടിക്കാവുന്നതാണ് കേട്ടോ. അരുൺഭായുടെ വണ്ടി ചെറിയ ഡെന്നിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക് നിങ്ങൾ കണ്ടിരിക്കും, ബാക്കിലെ ഡെന്നിങ് അത് നമ്മുടെ ആനന്ദ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അരുൺഭായ് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ, നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരും, കമ്പനി സ്റ്റിക്കറുകൾ. അത് നമുക്ക് റിമൂവ് ചെയ്യണം ട്രെയിനിങ്ങിനേക്കാൾ മുമ്പ്. അത് റിമൂവ് ചെയ്തു. ഇന്നലെ നമ്മുടെ അരുൺഭായുടെ ശിഷ്യനെ കൊണ്ട് സൈഡിലുള്ള സ്റ്റിക്കറുകളും കാര്യം കുറച്ച് ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഇത് ഡെൻ്റുള്ള ഭാഗങ്ങൾ ആണിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തട്ടാനായിട്ട്. അതിൻ്റെ പശ ഫുൾ എടുത്ത് കളയുന്ന പരിപാടിയിലാണ്. पूरा पुट्टी है, बीच में स्टेप हो गया, बीच में नहीं ऐसा नहीं है, बीच में स्टेप हो गया. കട്ടിങ് ഏകദേശം അതുമുള്ള ഒരുപാട് ലെയർ പെയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ആ പെയിൻറ്റ് ഫുള്ളും ഉരച്ച് കട്ട് ചെയ്തുകൊണ്ട് കളയാണ്. ഇത് റിമൂവർ ഇട്ടും കളയാം. ചിലർ ചോദിക്കപ്പോൾ റിമൂവർ ഇട്ട് കളഞ്ഞതെന്ന്. റിമൂവർ ഇട്ട് കളയുന്നത് നല്ല ശീലമല്ല. കാരണം റിമൂവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലിക്വിഡാണ്, ഒരു എന്താ പറയുക, ഡാമേജ് ആക്കി കളയുന്ന ഒരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ നമ്മൾ ആ മെറ്റലിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും റെസ്റ്റൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം റിമൂവ് ആയി പോവും. അത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം റിമൂവർ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 220 പേപ്പർ എടുത്തിട്ട് പാഡിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കട്ട് ചെയ്താണ് കളഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഡ്രൈ ആയതിനു ശേഷം ലെവൽ നോക്കി ബോഡി കളർ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ആ പണിയിലാണ് ഈ സൈഡിൽ അമാനും അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ആശാനും.
आशा भयंकर स्टाइल कट ചെയ്യുള്ളൂ है ना अरुण भाई तो स्टाइल में कट करेगा लेयर ज़्यादा है ना पेन लेयर आप स्टाइल मत स्टाइल नहीं देखा नहीं भाई सच में कैमरा तान देते हैं ഉമ്മാര് നല്ല പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ ഒരക്കൽ കഴിഞ്ഞു. 220 പേപ്പർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് തന്നെ അവർ കട്ട് ചെയ്തിട്ട് ആ ഉണ്ടായിരുന്ന കച്ചറ പെയിൻറ്റിങ്ങൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അരുമ്പായുടെ വണ്ടി ഇപ്പോൾ പ്രൈമർ ടച്ചപ്പിലാണ്. പ്രൈമർ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമർ ടച്ചപ്പ്. നമ്മൾ ഉറച്ചിട്ട് ബോഡി കാണുന്ന വശങ്ങളിലെല്ലാം അരുമ്പായി പ്രൈമർ ടച്ച് ചെയ്തു. അതെ ഈ രീതിയിൽ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങളിലും പിന്നെ ഉറച്ചിട്ട് മെറ്റൽ ഭാഗങ്ങൾ കാണുന്ന ഭാഗങ്ങളിലും പ്രൈമർ എപ്പോക്സി ടച്ച് ചെയ്യും. ആനന്ദ് ഇവിടെ ബോഡി ഫില്ലർ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. റൂഫ് വെച്ചിട്ടുള്ള ഔട്ടർ റബ്ബിങ് ഫുള്ളും നമ്മളെ ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് കട്ടിങ് അതെന്തായാലും ഗ്ലാസ് സെറ്റ് ചെയ്ത് നടക്കുള്ളൂ. അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നോവയുടെ ഗ്ലാസ് ഒട്ടിക്കാം. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. ഇന്ന് ഗ്ലാസ് ഫിറ്റിംഗ് ദിവസമാണ് കേട്ടോ. കാരണം ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് ബാക്കും നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഡിക്കി തുരുമ്പുണ്ടായിരുന്നു. ഡിക്കി ജസ്റ്റ് ഷൂ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിക്കിയാണ്. അപ്പോൾ ഫുൾ ഡിക്കി ഡാമേജ് ആയപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഡിക്കി നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ കഴിച്ച് ഇതിലേക്ക് സെറ്റിങ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ മെറ്റലിനോട് ടച്ച് ചെയ്തിട്ട് ഗ്ലാസ് ഒട്ടിച്ച് ഞങ്ങൾ. അപ്പോൾ വരാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഫൈനലി കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എടുത്തോ. പതുക്കെ എടുത്തോ, പതുക്കെ. ഒരാൾ ഡിക്കി മാറ്റി. ഓ ആ ക്ലിപ്പും
നമ്മുടെ ഗ്ലാസ് ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. അത് അയച്ചെടുക്കാൻ കുറച്ച് പണിയൊക്കെ ആയിരുന്നു മേന്ന്. അതിനുശേഷം അത് ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ. അപ്പോൾ ആ ഒരു പണി ഇതിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇന്നറിൽ ഈ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് കയറ്റാം. നാളെ കയറ്റാം. റൂഫിൻ്റെ പണി കഴിഞ്ഞു.